തൊപ്പി ഇഷ്യൂ മുത്ത തൊപ്പി ഇഷ്യൂ ഇന്നലെ വരെ സത്യം പറയാലോ ഷമീറിന്റെ ലൈവ് കാണുന്നതിന് മുന്നേ വരെ എനിക്ക് തൊപ്പിയോട് കുറച്ചൊക്കെ ഇതുണ്ടായി. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവാ. പക്ഷെ ഇന്നലെ തോട് കൂടി കഴിഞ്ഞുണ്ടായി ഉള്ളത് പറയാലോ. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. മനസ്സിലായോ? കാരണം കൂട്ടുകാര് ഫ്രണ്ട്സിന്റെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാർ നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല. അമ്മ വെങ്ങന്മാരെ പോലും. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായോ? പക്ഷെ ഇത് ഭയങ്കര ബ്രൂട്ടൽ കമന്റ് അടിക്കും. കുത്തി കിടപ്പാടം പോയിട്ട് അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇനി ആരെയും കൂട്ടരിക്ക് നിൽക്കാൻ താല്പര്യമില്ല, മനസ്സിലായി? ഇന്നലെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, കുപ്പിയുടെ ഭാഗത്തൊരു ഇതുണ്ടാ കാണും, ഇല്ല ഒരു ശരി കാണും എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നോട്ട് നിർത്തും. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഒരു കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ച ഒരു ഇതുണ്ടായിരുന്നു, മനസ്സിലായോ? പക്ഷെ ഇനി ഒരാളുടെ ഭാഗത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എനിക്ക് ഞാറുടെ ഭാഗത്ത് താല്പര്യം, എനിക്ക് സംസാരിക്കാൻ താല്പര്യം, ഒന്നും താല്പര്യം ഉള്ളത് പറയുന്നത്. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും.